25 മെയ് 31 14 ജില്ലകളിലെയും LP സ്കൂൾ ടീച്ചർമാരുടെ റാങ്ക് ലിസ്റ്റും വന്നു. ഇപ്പോൾ 10ാമത്തെ മാസമാണിത്. ഈ 10ാമത്തെ മാസമായിട്ടും 1ാം റാങ്കുകാർക്ക് പോലും പല ജില്ലകളിലും നിയമനം ലഭിച്ചിട്ടില്ല. ഞങ്ങൾ ലിസ്റ്റിൽ പെട്ടിട്ട് ആ ജോലി തരാൻ പറ്റാത്ത സർക്കാർ എങ്ങനെയാണ് ലിസ്റ്റ് നീട്ടിയത്? നിങ്ങൾ ഇനി പഠിച്ചോളൂ എന്ന് പറയാം. ഇവർക്ക് ലഭിക്കേണ്ട ഒഴിവുകൾ മറ്റു പലരെയും സർക്കാർ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എടുത്തു കൊടുക്കുന്നു. അപ്പോൾ ഞങ്ങൾ വോട്ട് ബാങ്ക് അല്ലല്ലോ, പക്ഷേ ഞങ്ങളത് വോട്ട് ബാങ്കായിട്ട് മാറും. ഞങ്ങൾക്കൊരു വോട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളത് ആലോചിച്ച് തീരുമാനം എടുക്കും. കാരണം ഞങ്ങളെ വോട്ട് ബാങ്ക് അല്ലാത്തതുകൊണ്ടായിരിക്കാം ഗവൺമെൻറ് ഞങ്ങളെ എന്ത് ചെയ്യാത്തത്, ശ്രദ്ധിക്കാത്തത്. ശരിക്കും ഞങ്ങൾ ഇനി പഠിക്കുക മാത്രമല്ല, സമരം ചെയ്യാനും കൂടെ പഠിക്കണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോവുകയാണ്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുൻപിലാണ്. സെക്രട്ടേറിയറ്റിന് മുൻപിൽ PSC പരീക്ഷ എഴുതിയതിന് ശേഷം റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും ജോലി ലഭിക്കാത്തതിനെ തുടർന്ന് സമരം നടത്തുന്ന സംഭവം ഒരു പുതുമയുള്ള കാര്യമല്ല. എങ്കിലും നിലവിലിപ്പോൾ LP ST റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികൾ 200-ലധികം വരുന്ന ഉദ്യോഗാർത്ഥികൾ സമരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അനിശ്ചിതകാല റിലേ നിരാഹാര സമരവുമായാണ് നിലവിലിപ്പോൾ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവർക്ക് ആവശ്യമായ വേക്കൻസികൾ അല്ലെങ്കിൽ തസ്തികയിൽ നിയമനം നടത്തുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. സമരം നടത്തിയാലേ ഇത്തരത്തിൽ ജോലി ലഭിക്കുകയുള്ളോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നു. ലിസ്റ്റിൽ വന്നാൽ മാത്രം പോരാ, സമരം ചെയ്ത് പഠിക്കേണ്ട സാഹചര്യം കൂടി കേരളത്തിലുള്ള PSC പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് മാറേണ്ട സാഹചര്യം ഉണ്ടായോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരികയാണ്. 2024 ജൂലൈ മാസത്തിലാണ് ഈ പരീക്ഷ കഴിഞ്ഞത്. അതിനുശേഷം 25 ഇൻ്റർവ്യൂ നടന്നു. 25 മെയ് 31 14 ജില്ലകളിലെയും LP സ്കൂൾ ടീച്ചർമാരുടെ റാങ്ക് ലിസ്റ്റും വന്നു. ഇപ്പോൾ 10ാമത്തെ മാസമാണിത്. ഈ 10ാമത്തെ മാസമായിട്ടും 1ാം റാങ്കുകാർക്ക് പോലും പല ജില്ലകളിലും നിയമനം ലഭിച്ചിട്ടില്ല. എത്ര ഉദ്യോഗാർത്ഥികൾ? ഏകദേശം 14 ജില്ലകളിലായിട്ട് 5000-ഓളം വരുന്ന LP സ്കൂൾ ടീച്ചർമാരുടെ റാങ്ക് ഹോൾഡേഴ്സാണ്. അവരെ പ്രതിനിധീകരിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സമരം എന്നുള്ള ഒരു ഗതികേടിലേക്ക് എത്തിയിട്ടുള്ളത്. പിന്നെ ഇവരെല്ലാം ലിസ്റ്റിൽ വന്നവർ തന്നെയാണ്? ഇവരെല്ലാം മുൻനിര റാങ്കുകളിൽപ്പെട്ട ആളുകളാണ്. എന്തുകൊണ്ടാണ് നിയമനം നടത്താത്തത് എന്നാണ്? നിയമനം നടത്താത്തെന്ന് പറയുന്നത് ഇവർക്ക് ലഭിക്കേണ്ട ഒഴിവുകൾ മറ്റു പലരെയും സർക്കാർ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എടുത്തു കൊടുക്കുന്നു. ഈവൻ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർക്ക് ഡിവിഷൻ ഫാൾ വന്നതുകൊണ്ട് നഷ്ടപ്പെട്ട വേക്കൻസികൾ വരെ ഇവരുടെ വേക്കൻസി ഉപയോഗിച്ച് പല ജില്ലകളിലും എന്ത് ചെയ്യുന്നുണ്ട്? നികത്തപ്പെടുന്നുണ്ട്. പ്രതീക്ഷിത ഒഴിവുകൾ ഇതുവരെ പല ജില്ലകളും 7 ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഇവർക്ക് ഈ 10 മാസം കൊണ്ട് കിട്ടേണ്ടിയിരുന്ന ഒഴിവുകൾ പലതും പൂഴ്ത്തി വെച്ചുകൊണ്ട് അതിൽ പലതും മറ്റു പലരെയും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഈ ശബ്ദം ഉയർത്തുന്നത്. ഈ ഇലക്ഷൻ വരുമ്പോഴെങ്കിലും ഒരാശ്വാസ വാർത്ത വരും എന്ന് വിചാരിച്ചു. പക്ഷേ ഇവർക്ക് ഒരാശ്വാസ വാർത്തയും ലഭിച്ചില്ല. നമ്മുടെ ജയിലിൽ കിടക്കുന്ന പ്രതികൾക്ക് വരെ കൂലി കൂട്ടിക്കൊടുത്തുകൊണ്ട് ആശ്വാസ വാർത്ത വന്നു. എയ്ഡഡ് സ്കൂളുകളിലെ നിയമനങ്ങൾക്ക് 20,000-ഓളം പേർക്ക് അപ്രൂവൽ കൊടുത്തു. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് DA കൂട്ടിക്കൊടുത്തു. പല താൽക്കാലിക ജീവനക്കാരെയും സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും PSC ഉദ്യോഗാർത്ഥികൾ, അതും റാങ്ക് ലിസ്റ്റിൽ പരീക്ഷ എഴുതി വന്നിട്ട് അവരുടെ നേരെ ഒരാശ്വാസവാക്ക് പറയാൻ ഈ ഒരു സർക്കാർ സംവിധാനത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഖേദകരം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമരത്തിലൂടെയെങ്കിലും ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കും എന്നുള്ള അതിനൊരു അഭ്യർത്ഥന കൂടിയായിട്ടാണ് ഈ ഉദ്യോഗാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ സമരം തുടങ്ങിയതിൽ പിന്നെ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും? ഇല്ല, നിലവിൽ ആരും ഇതുവരെ ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു ആശ്വാസ വാക്കിനോ പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളൊക്കെ ഏറെ ആഗ്രഹിച്ചിട്ടായിരിക്കും ഈ ഒരു എക്സാം എഴുതിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സമരത്തിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതായത് ഈ ഒരു ലിസ്റ്റിൽ വന്നു, അപ്പോൾ ഈ ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു? ഉറപ്പായിട്ടും ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു. പക്ഷെ ഞങ്ങൾ ഈ ലിസ്റ്റ് വന്ന് 2 മാസം, സാധാരണ ഒരു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് കലയെണ്ണൽ പൂർത്തിയാവുകയും ഒഴിവുകൾ വരികയും അങ്ങനെ നിയമനങ്ങൾ നടക്കുകയും ചെയ്യാറുള്ളത്. കഴിഞ്ഞ ലിസ്റ്റിൽ ഇതുപോലെ ലിസ്റ്റ് ഇറങ്ങി 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോ ജില്ലയിൽ നിന്നും മിനിമം 100-ൽ കൂടുതൽ ആളുകളെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. മലപ്പുറം പോലുള്ള ജില്ലകളിൽ 700-ൽ പരം ആളുകളുടെ അപ്പോയിൻമെൻറ്റ്സ് നടന്നിട്ടുണ്ട്.
പാലക്കാട് 108 പേരുടെ നിയമനം നടന്നു. അതുപോലെ തൃശ്ശൂർ 200-ൽ പരം ആളുകളുടെ നിയമനം നടന്നു. ഏത് ജില്ല എടുത്ത് നോക്കിയാലും 100-ൽ കൂടുതൽ നിയമനങ്ങൾ ആ വർഷങ്ങളിൽ നടന്നിട്ടുണ്ട്, അതായത് കഴിഞ്ഞ ലിസ്റ്റിൽ. പക്ഷേ ഈ ലിസ്റ്റിൻ്റെ അവസ്ഥ അങ്ങനെയല്ല. ഈ ലിസ്റ്റ് ആദ്യം വന്നപ്പം എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ നിയമനം നടക്കും. പക്ഷേ ജൂലൈ കഴിഞ്ഞു, ഓഗസ്റ്റ് കഴിഞ്ഞു, ഇങ്ങനെ ഓരോ മാസം കഴിയുന്തോറും എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇപ്പോൾ നിയമനം നടക്കുന്നുള്ളതാണ്. പക്ഷേ നമ്മൾ നോക്കിയപ്പോൾ ഡിവിഷൻ ഫോളിൻ്റെ എണ്ണം ഒരുപാടുണ്ട്. ആ ഫോളായി പുറത്തു പോകുന്ന അധ്യാപകർ അവരെ പുനർവിന്യസിക്കണം. അപ്പോൾ ഈ അധ്യാപകരെ നമുക്ക് കിട്ടുന്ന റിട്ടയർമെൻറ്റ് വാക്കൻസിയിലാണ് അവർ വിന്യസിച്ചത്. പക്ഷേ റിട്ടയർമെൻറ്റ് വാക്കൻസിയും കുറവായതുകൊണ്ട് ഈ പറയുന്ന ബൈ ട്രാൻസ്ഫർ, IDT പോലുള്ള ഒഴിവുകളുണ്ട്. അതുപോലെ കഴിഞ്ഞ ലിസ്റ്റിൻ്റെ ലാസ്റ്റ് അഡ്വൈസ് പോയ കുറച്ച് ആളുകളുണ്ട്. അവരുടെ അഡ്വൈസിലേക്കും ഒക്കെ നിയമനം നടത്തിയത് ഈ പുറത്തു പോയ അധ്യാപകരെ എടുത്തുകൊണ്ടാണ്, അവരുടെ എല്ലാ ഒഴിവിലേക്കും. എത്ര ഉദ്യോഗാർത്ഥികളുണ്ട്? ഇപ്പം ഏകദേശം 200-ൽ പരം ഉദ്യോഗാർത്ഥികളുണ്ട്. അറ്റകൈ പ്രയോഗമായിരുന്നു എക്സാമാണോ? പരീക്ഷ എന്ന് പറയുന്നത് നമുക്ക് നല്ല വെല്ലുവിളിയാണ്. കാരണം നമ്മളെപ്പോലെ കുടുംബിനികളായിട്ടുള്ള, അതായത് കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകളാണല്ലോ ഞങ്ങളുടെ കുട്ടികൾ, ഫാമിലി, ഇവരെല്ലാവരും സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പഠിത്തം ചെയ്യുന്നത്. ഈ പഠിത്തം 3-4 മാസങ്ങളല്ല, 3-4 വർഷങ്ങൾ ഇതിനു വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വർഷം നമുക്ക് വേറെ ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, പ്രായമായ ആളുകളുണ്ടാവും അവരെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത് കിട്ടും എന്ന് ഉറപ്പിച്ച് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ സർക്കാർ പറയുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏജ് ഓവറായി എന്ന് പറയണ്ട, കാരണം ഇനി കുറച്ച് വർഷം കൂടെ നീട്ടിത്തരാം. എന്തിനാണ് വർഷം നീട്ടിത്തരുന്നത്? ഞങ്ങൾ ലിസ്റ്റിൽ പെട്ടിട്ട് ആ ജോലി തരാൻ പറ്റാത്ത സർക്കാർ എങ്ങനെയാണ് ലിസ്റ്റ് നീട്ടിയത്? നിങ്ങൾ ഇനിയും പഠിച്ചോളൂ എന്ന് പറയാം. ഏറെ കഷ്ടപ്പെട്ടായിരിക്കും ഈ ഒരു ലിസ്റ്റിൽ കയറിയത്. ഉറപ്പായിട്ടും വളരെ കഠിനമായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടില്ല. അത്രയും ടഫായിട്ടുള്ള ഒരു എക്സാമാണ് ഞങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതുന്നത്. ഇപ്പോൾ PSC എഴുതിയിട്ട് കാര്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ്. കാരണം ഇപ്പോൾ PSC എഴുതിയവർ ഉൾപ്പെടെ എല്ലാവരും ഇപ്പോൾ സമരത്തിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥ. ശരിക്കും ഞങ്ങൾ ഇനി പഠിക്കുക മാത്രമല്ല, സമരം ചെയ്യാനും കൂടെ പഠിക്കണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോവുകയാണ്. എന്തായാലും ഓൾ കേരള LP-ST റാങ്ക് ഹോൾഡേഴ്സാണ് ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ട് പോലും ഈ 200-ൽ പരം വരുന്ന ഈ ഒരു ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ ഖേദകരമായൊരു കാര്യം. ഈ ഒരു ഉദ്യോഗാർത്ഥി നമ്മളോട് പറഞ്ഞതുപോലെ ഈ സമരം ചെയ്തു കഴിഞ്ഞാലേ ജോലി ലഭിക്കൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഈ 10 വർഷത്തിന് ഇടയിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ CPO റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ സാഹചര്യം. സമരം ചെയ്ത് യാതൊരുവിധ കാര്യവുമില്ലാതെയായി റാങ്ക് ലിസ്റ്റിൽ വന്നാൽ മാത്രം പോരാ, സമരം ചെയ്ത് പഠിക്കേണ്ട ഒരു സാഹചര്യം കൂടി കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് മാറേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഏറെ പരിശ്രമിച്ച് ഏറെ കഠിനാധ്വാനം ചെയ്താണ് ഓരോ ഉദ്യോഗാർത്ഥികളും PSC പരീക്ഷ എഴുതുന്നത്. ആ പരീക്ഷ എഴുതിയിട്ട് പോലും ജോലി ലഭിക്കാത്ത ഏറെ സങ്കടകരമായ കാര്യമാണ് കേരളത്തിൽ ഉടലെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ചേച്ചി, ഒരു ചോദ്യവും കൂടെ, ഈ മന്ത്രിമാരെ ആരെങ്കിലും കണ്ടിരുന്നു? ഞങ്ങൾ എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ കണ്ടിരുന്നു, പിന്നെ അതുപോലെ തന്നെ കുറേ മിനിസ്റ്റേഴ്സിനെ നമ്മൾ കണ്ടിരുന്നു. ഫിനാൻസ് മിനിസ്റ്റർ എല്ലാവരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം നമ്മുടെ പ്രശ്നം പറയുമ്പം ഈ പറയുന്ന മിനിസ്റ്റേഴ്സും കൂടെ അറിയണം. പിന്നെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ച് എടുക്കാൻ പറ്റുന്ന കുറേ ഡിസിഷൻസ് ഉണ്ട്. ഈ പോളിസി ഡിസിഷൻ എന്ന് പറയണത് അത് മന്ത്രിസഭാ യോഗം ചേർന്ന് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാ മിനിസ്റ്റേഴ്സിനും നമ്മുടെ പ്രശ്നങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇവർ പറയുന്നത് നിങ്ങൾക്ക് ഓപ്പൺ വേക്കൻസി ഉണ്ടോ, വേക്കൻസി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യിക്കാമെന്നാണ്. ഈ ഓപ്പൺ വേക്കൻസിയിലാണല്ലോ പുറത്തുപോയ അധ്യാപകരെ നിങ്ങൾ വിന്യസിച്ചിരിക്കുന്നത്. അപ്പോൾ വെറുതെ നമ്മളോട് ഒരു ചോദ്യം ഓപ്പൺ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൽ എന്തർത്ഥം ഉള്ളത്? ഞങ്ങൾ ചോദിക്കുന്ന കൃത്യമായിട്ടുള്ള ചോദ്യം, എയ്ഡഡ് മേഖലയിൽ അധ്യാപകരെ സംരക്ഷിക്കാൻ നിങ്ങൾ HTV, BRCയിൽ അതുപോലെ SSK പോലുള്ള സംവിധാനങ്ങളിൽ നിങ്ങൾ വിന്യസിക്കുമ്പോൾ എന്തുകൊണ്ട് പരീക്ഷ എഴുതി ഞങ്ങൾ ജോലിയിലിട നേടണം എന്നാഗ്രഹിക്കുന്ന ഞങ്ങളുടെ ഒഴിവുകളിലേക്ക് ഈ പുറത്തു പോകുന്ന അധ്യാപകരെ വിന്യസിക്കുന്നു? അതുകൊണ്ട് മാത്രമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഞങ്ങൾക്കൊരു ഓപ്പൺ വേ കിട്ടാത്തത് അതുകൊണ്ടാണ്. ഞങ്ങൾക്കൊരു വഴി വേണ്ടേ ജോലിയിലേക്ക് പ്രവേശിക്കാൻ? ആ ഒരു വഴിയില്ലാത്തത് ഇവരെ എടുത്ത് നമ്മുടെ ആ ഒഴിവിലേക്ക് നികത്തുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അവിടെ ഒരു ഒഴിവുണ്ടാവുക?
ഇത് അനിശ്ചിതകാല സമരമാണ്. അനിശ്ചിതകാല സമരമാണ്. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് വരെയും ഞങ്ങൾ നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. സമരത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചില്ല? ഇതുവരെ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആരും ശ്രമിച്ചില്ല. കാരണം ഞങ്ങൾ വോട്ട് ബാങ്ക് അല്ലല്ലോ, പക്ഷേ ഞങ്ങളത് വോട്ട് ബാങ്കായിട്ട് മാറും. ഞങ്ങൾക്കൊരു വോട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളത് ആലോചിച്ച് തീരുമാനം എടുക്കും. കാരണം ഞങ്ങൾ വോട്ട് ബാങ്ക് അല്ലാത്തതുകൊണ്ടായിരിക്കാം ഗവൺമെൻറ് ഞങ്ങളെ എന്ത് ചെയ്യാത്തത്, ശ്രദ്ധിക്കാത്തത്. അപ്പോൾ ഞങ്ങൾ വോട്ട് ബാങ്ക് ആകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ PSC റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികൾ ജോലി ലഭിക്കാതെ ഇത്തരത്തിൽ വലിയ രീതിയിലൊരു സമരവുമായി രംഗത്ത് വരുന്നത്. ഓൾ കേരള LPST റാങ്ക് ഹോൾഡേഴ്സാണ് നിലവിലിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. 31/5/2025 കാറ്റഗറി നമ്പർ 709/2023 അടിസ്ഥാനമാക്കി 14 ജില്ലകളിലും ഇത്തരത്തിൽ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. എന്നാൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് പോലും പിന്നീട് ഒരാൾക്കും തന്നെ നിയമനം നൽകുന്നില്ല. 200-ലധികം വരുന്ന ഉദ്യോഗാർത്ഥികൾ തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഇവരൊരു വോട്ട് ബാങ്ക് അല്ലാത്തത് കൊണ്ടാകാം ഇത്തരത്തിൽ സർക്കാർ ഈ ഒരു വിഷയം പരിഗണിക്കാത്തത് എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികളും നമ്മളോട് പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഈ ഒരു ഇലക്ഷൻ കാലഘട്ടം അടുത്തിരിക്കുന്ന വേളയിലാണ് ഇത്തരത്തിലൊരു സമരം എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന, അതായത് ഇലക്ഷൻ എന്ന് നടക്കുന്നു അന്ന് വരെ ഈ ഉദ്യോഗാർത്ഥികൾ സമരവുമായി മുന്നോട്ട് പോകും എന്നാണ് നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.